പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. കപ്പലിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആക്രമണം ഒമാൻ തീരത്ത്. കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ. അമേരിക്ക ഇതുവരെ ആക്രമിച്ചത് ഇന്ത്യൻ ജീവനക്കാരുള്ള 3 കപ്പലുകൾ. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. ഇന്ന് രാത്രി ഇറാനെതിരെ കനത്ത ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണം നടത്തി ഇറാൻ. ബഹ്റൈനിൽ കനത്ത നാശനഷ്ടം. അപലപിച്ച GCC കൌൺസിൽ. ടിക്ടോക്ക് തർക്കത്തെ തുടർന്ന് ഷാർജയിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. മൂർച്ചയുള്ള വസ്തു കൊണ്ടുള്ള ആക്രമണം മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിപണിയിലുള്ള കറൻസി നോട്ടുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കർശന നടപടികളുമായി സൗദി സെൻട്രൽ ബാങ്ക്. നോട്ടുകൾ കൃത്യമായി പരിശോധിച്ച് തരംതിരിക്കാൻ ഉത്തരവ്. പുതിയ നിയമം നടപ്പാക്കുക ഘട്ടം ഘട്ടമായി. വിശദമായ വാർത്തകളിലേക്ക്. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. ഇന്ന് രാത്രി ഇറാനെതിരെ കനത്ത ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 24 ഇറാനിയൻ ഡ്രോണുകൾ പ്രതിരോധിച്ചതായി കുവൈത്ത് വ്യക്തമാക്കി. അതിനിടെ ബഹ്റൈനിൽ വ്യോമാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണെന്നും ഹോർമുസ് പൂർണ്ണമായും അടച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി. തുടർച്ചയായ 2ാം ദിനവും ഇറാനും അമേരിക്കയും ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് USന്റെ ആക്രമണം. ഇതിനു തിരിച്ചടിയായി കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ തിരിച്ചടിച്ചത്. വ്യോമാക്രമണങ്ങളെ തുടർന്ന് പുലർച്ചെ 4:50 മുതൽ കുവൈത്ത് വ്യോമപാത താൽക്കാലികമായി അടച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കുവൈത്തിൽ വ്യോമഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തിയതായി കുവൈത്ത് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. അതിനിടെ ഇറാൻ ആക്രമണത്തിൽ 11 വയസ്സുകാരിക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിരവധി വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചു. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഗതാഗതങ്ങളും അവസാനിപ്പിച്ചതായി ഇറാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കി. നിയന്ത്രണം ലംഘിച്ച് കപ്പലുകൾ ഹോർമുസ് കടക്കാൻ ശ്രമിച്ചാൽ വെടിയുതിർക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. വിവിധ അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ഇറാൻ ആക്രമണത്തെ അപലപിച്ച ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല യോഗം. ബഹ്റൈനിൽ നടന്ന യോഗമാണ് ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചത്. സെഷൻ ചെയർ എന്ന നിലയിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ളയടക്കം വിവിധ GCC രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. യോഗം നടന്ന ദിവസവും രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. സംഭവങ്ങളിൽ യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമെതിരായ ആക്രമണമാണ് നടക്കുന്നത് എന്നും ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും അയൽ രാജ്യങ്ങളോടുള്ള തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും യോഗം വിമർശിച്ചു. ഇത്തരം ആക്രമണങ്ങൾ ജനങ്ങളെ പരസ്പരം അകറ്റുകയാണെന്നും ചർച്ചയുടെ വാതിലുകൾ അടയ്ക്കുകയാണെന്നും കൌൺസിൽ ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് GCC കൌൺസിൽ പൂർണ്ണ ഐക്യദാർഢ്യവും ഉറച്ച പിന്തുണയും അറിയിച്ചു. ഏതെങ്കിലും GCC രാജ്യത്തിനെതിരെയുള്ള ആക്രമണം അവയ്ക്കെല്ലാം എതിരായ ആക്രമണമാണ് എന്നും കൌൺസിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് NTV. കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ. ഇതുവരെ ഇന്ത്യൻ ജീവനക്കാരുള്ള 3 കപ്പലുകളെ US സൈന്യം ആക്രമിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കപ്പലുകൾക്കെതിരായി US ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഈ ആഴ്ച ഇന്ത്യൻ ജീവനക്കാരുള്ള 3 കപ്പലുകളെയാണ് US നാവികസേന ആക്രമിച്ചത്. ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുന്നതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ US ചാർജ് d'Affaires വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ഒമാൻ തീരത്ത് MT ജൽവീർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപമാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്.
നിലവിലെ സാഹചര്യം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പ്രാദേശിക ഭരണകൂടവുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ ഏകോപിപ്പിച്ചു വരികയാണെന്നും എംബസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഒമാൻ തീരത്ത് വെച്ച US സേന നടത്തിയ ആക്രമണത്തിൽ കാണാതായ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. 3 നാവികരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും മന്ത്രി പറഞ്ഞു. 21 നാവികരെ രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കൻ സേന ആക്രമിച്ച സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഇന്ത്യക്ക് നികത്താനാവാത്ത നഷ്ടമാണിതെന്നും ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കി. മരിച്ചവരുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 24 ഇന്ത്യൻ പൌരന്മാരും 4 വിദേശ പൌരന്മാരും ഉൾപ്പെടെ ആകെ 28 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 21 ഇന്ത്യൻ നാവികരെയും കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടുത്തിയ ജീവനക്കാരെ അടിയന്തരമായി നാട്ടിലെത്തിക്കും. എണ്ണക്കപ്പലിന് നേരെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിലാണ് ജീവനക്കാർ കൊല്ലപ്പെട്ടത്. ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് US നാവികസേനയുടെ ആക്രമണം. അസംസ്കൃത എണ്ണയും രാസവസ്തുക്കളും കൊണ്ടുപോകുകയായിരുന്നു കപ്പൽ. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പലിനെ ആക്രമിച്ചതെന്നാണ് US വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ ഡൽഹിയിലെ US എംബസി ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ദുബായ് എമിറേറ്റ്സ് റോഡിൽ ഞായറാഴ്ച നടന്ന അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞു. മിനി ബസ് ട്രക്കിലിടിച്ചുണ്ടായ ദാരുണ അപകടത്തിൽ 7 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നതിനാൽ ഏറെ സങ്കീർണമായാണ് തിരിച്ചറിയൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനി വ്യക്തമാക്കി. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരും ഒരാൾ ശ്രീലങ്കൻ സ്വദേശിയും. ഉത്തർപ്രദേശ് സ്വദേശികളായ മാർക്കണ്ഡേയ ചൌഹാൻ, അബ്ദുൾ റഷീദ്, മുഹമ്മദ് സാക്കിബ്, തെലങ്കാന സ്വദേശികളായ സലീം സയ്യിദ്, അബ്ദുൾ റഫീഖ്, തിരുപ്പതി ഗൊല്ലപ്പള്ളി എന്നിവരാണ് മരിച്ച ഇന്ത്യക്കാർ. ശ്രീലങ്കയിലെ നോർത്തേൺ പ്രവിശ്യയിൽ നിന്നുള്ള സാമുവൽ രംഗസ്വാമിയാണ് മരിച്ച മറ്റൊരാൾ. ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളായിരുന്നു ഇവർ. ദുബായിലെ നിർമ്മാണ സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് ഷാർജയിലെ താമസ ഇടത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് എമിറേറ്റ്സ് റോഡിൽ കേടായി കിടന്ന ട്രക്കിന് പിന്നിൽ ഇടിച്ചത്. അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾ അന്നേ ദിവസം നിർബന്ധിത ഡ്യൂട്ടിയിലായിരുന്നില്ല. കമ്പനി വാരാന്ത്യങ്ങളിൽ നൽകുന്ന അധിക വേതനത്തോടുകൂടിയുള്ള ഓവർടൈം ജോലി സ്വമേധയാ തെരഞ്ഞെടുത്തവരായിരുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം പ്രവാസ ജീവിതം തുടങ്ങിയവരാണ്. അപകടത്തിൽ പരിക്കേറ്റ 9 പേരിൽ 4 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ മറ്റ് 5 പേർ നേരത്തെ ആശുപത്രി വിട്ടിരുന്നു. NTV ദുബായ്. ദുബായിലെ വൈദ്യുത വിതരണ ശൃംഖലയുടെ വിശ്വാസ്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനായി അത്യാധുനിക സ്മാർട്ട് സംവിധാനം വിന്യസിച്ച ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. ഇതോടെ ഒരു പ്രദേശത്ത് വൈദ്യുതി തകരാറുണ്ടായാൽ മനുഷ്യ സഹായമില്ലാതെ തന്നെ അത് പരിഹരിക്കാൻ പുതിയ സ്മാർട്ട് ഗ്രിഡ് സംവിധാനത്തിന് സാധിക്കും. മിനിറ്റുകൾക്കകം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. എത്രയും വേഗത്തിൽ എല്ലാം നടത്തുക, ഒട്ടും സമയം കളയാതെ. എല്ലാ കാര്യങ്ങളിലും ദുബായ് പിന്തുടരുന്ന ഈ നയം തന്നെയാണ് ദീവയുടെ പുതിയ പ്രൊജക്ടിന്റെ അടിസ്ഥാനം. എമിറേറ്റിൽ എവിടെയെങ്കിലും വൈദ്യുതി തകരാറോ മറ്റോ ഉണ്ടായാൽ അത് മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനാണ് ഓട്ടോമാറ്റിക് സ്മാർട്ട് ഗ്രിഡ് റെസ്റ്റോറേഷൻ സിസ്റ്റം. തകരാറുകൾ മനുഷ്യ സഹായമില്ലാതെ പരിഹരിക്കാൻ പുതിയ സ്മാർട്ട് ഗ്രിഡ് സംവിധാനത്തിന് സാധിക്കും. തകരാറിലായ ലൈനുകളെ വേർതിരിച്ച് അടുത്തുള്ള മറ്റ് സർക്യൂട്ടുകളിലേക്ക് ലോഡ് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കും. പൂർണ്ണ ഓട്ടോമേഷനിലും തൽക്ഷണ തീരുമാനമെടുക്കലിലും അധിഷ്ഠിതമായാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്. സ്മാർട്ട് സുസ്ഥിര ഊർജ്ജ സംവിധാനങ്ങളിൽ ദുബായിയെ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് നിലനിർത്തുക എന്ന ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് നവീകരണമെന്ന് ദിവ MDയും CEOയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. ശൃംഖലയിലെ എല്ലാ സബ്സ്റ്റേഷനുകളിലും ഇന്റലിജന്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും റിമോട്ട് ടെർമിനൽ യൂണിറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ തത്സമയം വിവരങ്ങൾ വിതരണ കേന്ദ്രത്തിന് കൈമാറും. സാങ്കേതിക വിദഗ്ധർ നേരിട്ട് ഫീൽഡിൽ ഇറങ്ങി പരിശോധിക്കുന്നത് കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. ജീവനക്കാരുടെ സുരക്ഷയും ഇതിലൂടെ വർദ്ധിക്കും. NTV ദുബായ്. വിപണിയിലുള്ള കറൻസി നോട്ടുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കർശന നടപടികളുമായി സൗദി സെൻട്രൽ ബാങ്ക്. വിപണിയിൽ വിനിമയം ചെയ്യുന്ന നോട്ടുകൾ കൃത്യമായി പരിശോധിച്ച് തരംതിരിക്കാൻ രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. വിവിധ ഘട്ടങ്ങളായാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്.
വിപണിയിലുള്ള നോട്ടുകളിൽ കേടുപാടുകൾ പറ്റിയതും അഴുക്ക് പുരണ്ടതുമൊക്കെയായ കറൻസികൾ പിൻവലിക്കുകയാണ് സൗദി സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യം. നോട്ടുകളെ 4 വിഭാഗങ്ങളായി തിരിച്ചാവും പദ്ധതി നടപ്പാക്കുക. വിനിമയത്തിന് പൂർണ്ണമായി യോഗ്യമായവ, ചെറിയ കേടുപാടുകൾ ഉണ്ടെങ്കിലും വിനിമയം ചെയ്യാവുന്നവ, ചെറിയ കേടുപാടുകൾ ഉള്ളവ എന്നാൽ വിനിമയത്തിന് യോഗ്യമല്ലാത്തവ, വിനിമയത്തിന് ഒട്ടും യോഗ്യമല്ലാത്തവ എന്നിങ്ങനെയാകും തരംതിരിക്കുക. പരിശോധനയുടെ ആദ്യഘട്ടം ജൂലൈ 14 മുതൽ ആരംഭിക്കും. 50, 100, 200, 500 റിയാലുകളുടെ 6ാം പതിപ്പ് നോട്ടുകൾ കർശനമായി പരിശോധിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുക. 2ാം ഘട്ടം നവംബർ 15 മുതൽ ആരംഭിക്കും. ഈ ഘട്ടത്തിൽ 5, 10, 20 റിയാൽ നോട്ടുകൾക്കും പുതിയ മാനദണ്ഡം ബാധകമാക്കും. ബാങ്കുകളിലെയും ക്യാഷ് സെന്ററുകളിലെയും നോട്ട് എണ്ണുന്ന മെഷീനുകൾ പുതിയ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് സമ ആവശ്യപ്പെട്ടു. പരിശോധനകൾ പൂർത്തിയായാൽ അമിതമായി അഴുക്ക് പുരണ്ടതോ വലിയ കറകൾ പിടിച്ചതോ എഴുത്തോ വരകളോ ഉള്ളതോ കീറിയതോ ആയ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കും. കഷ്ണങ്ങൾ നഷ്ടപ്പെട്ടതും സെല്ലോടേപ്പ് ഒട്ടിച്ചതുമായ നോട്ടുകളും വിപണിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ബാങ്കുകൾ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ സെൻട്രൽ ബാങ്ക് നേരിട്ട് പരിശോധന നടത്തും. NTV റിയാദ്. സോഷ്യൽ മീഡിയയിലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ദുബായിലെ ജ്യൂസ് കടയിൽ ജീവനക്കാരനായിരുന്ന കണ്ണൂർ സ്വദേശി ഇസ്മായിലിന്റെ മൃതദേഹമാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് അയക്കുന്നത്. ദീർഘകാലമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിലനിന്നിരുന്ന വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മെയ് 31 പുലർച്ചെ ഷാർജയിലെ അൽനാദയിലുള്ള തിരക്കേറിയ പ്രദേശത്ത് വെച്ചാണ് കൊലപാതകം നടന്നത്. ടിക്ടോക്കിൽ വളരെ സജീവമായിരുന്ന ഇയാൾ വിവിധ വിഷയങ്ങളിൽ നിരന്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ടിക്ടോക്ക് ലൈവിനിടെ പ്രതിയുമായി മരിച്ചയാൾ രൂക്ഷമായ തർക്കത്തിലേർപ്പെടുകയും പരസ്പരം അധിക്ഷേപിക്കുകയും ചെയ്തു. ഷാർജയിൽ നേരിട്ട് കാണാൻ പ്രതി ഇരയെ വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്ന് നേരിൽ കണ്ടപ്പോഴാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിനിരയായ ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാർജയിലെ അൽഖാസ്മി ആശുപത്രി പുറപ്പെടുവിച്ച മരണ സർട്ടിഫിക്കറ്റ് പ്രകാരം മൂർച്ചയുള്ള വസ്തുകൊണ്ട് അടിയേറ്റ് ശരീരത്തിൽ നിന്ന് അമിതമായി രക്തം വാർന്നുപോയതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ്. കാലിലേറ്റ മാരകമായ മുറിവാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ചില പ്രതികളെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. NTV ഷാർജ. നോക്കാം കാലാവസ്ഥ. സ്വർണ്ണവില വിനിമയ നിരക്ക് പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. കപ്പലിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആക്രമണം ഒമാൻ തീരത്ത്. കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ. അമേരിക്ക ഇതുവരെ ആക്രമിച്ചത് ഇന്ത്യൻ ജീവനക്കാരുള്ള 3 കപ്പലുകൾ. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. ഇന്ന് രാത്രി ഇറാനെതിരെ കനത്ത ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ആക്രമണം നടത്തി ഇറാൻ. ബഹ്റൈനിൽ കനത്ത നാശനഷ്ടം. അപലപിച്ച GCC കൌൺസിൽ. ടിക്ടോക്ക് തർക്കത്തെ തുടർന്ന് ഷാർജയിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. മൂർച്ചയുള്ള വസ്തു കൊണ്ടുള്ള ആക്രമണം മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിപണിയിലുള്ള കറൻസി നോട്ടുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കർശന നടപടികളുമായി സൗദി സെൻട്രൽ ബാങ്ക്. നോട്ടുകൾ കൃത്യമായി പരിശോധിച്ച് തരംതിരിക്കാൻ ഉത്തരവ്. പുതിയ നിയമം നടപ്പാക്കുക ഘട്ടം ഘട്ടമായി. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.